യുവർ സർക്കിൾ ഡിസൈഡ്സ് വാട്ട് യു ആർ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി അല്ലെ കസിൻസ് ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് കാലം അവരോട് ഇടപഴകി കഴിയുമ്പോൾ അവരുടെ കുറച്ച് ബിഹേവിയർ നമുക്ക് വരും. മേ ബി വേ ഓഫ് ടോക്കിംഗ് ആവാം, അല്ലെങ്കിൽ ചില ആക്ഷൻസ് ആവാം. കുറെ കാര്യങ്ങൾ നമ്മൾ അവരുടെ കോപ്പി ചെയ്യും. കോപ്പി അല്ല, ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയാം. അത് അറിയാതെ വരുന്നത്, നമ്മൾ മനഃപൂർവ്വം എടുക്കുന്നില്ല, അറിയാതെ നമ്മളിലേക്ക് അത് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വലിയ വലിയ ആളുകൾ പറയുന്ന അല്ലെങ്കിൽ ഒരു ഡീപ്പ് കോട്ടായിട്ടുള്ളതാണ്, യുവർ സർക്കിൾ ഡിസൈഡ്സ് വാട്ട് യു ആർ, അല്ലെ? അതായത് നമ്മളുള്ള സർക്കിളാണ് തീരുമാനിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും വേറൊരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെയൊക്കെ പേരൻസ് പണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, കൂട്ടുകെട്ടാണ് ഇവനെ ചീത്തയാക്കിയത്, അല്ലെ? അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ചീത്തയാക്കിയെന്നല്ല ഞാൻ പറയുന്നത്, അത് സത്യസന്ധമായ അല്ലെങ്കിൽ നടക്കുന്നൊരു കാര്യമാണ്, അല്ലേ? അതായത് കൂട്ടുകെട്ട്, നമ്മളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മുടെ ഫ്രണ്ട്സിനൊന്നും ജോലിയില്ല, വലിയ പഠിപ്പൊന്നുമില്ല, ഗ്രൗണ്ടിലൊക്കെ പോയി ഇങ്ങനെ കളിച്ച് തിരിച്ചൊക്കെ നടക്കുവാണ്, പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളും ഓവർ ദ ടൈം അവരെ പോലെ ആവും. പക്ഷേ നമ്മുടെ കൂടെ ഉള്ള ഒരു 5 ഫ്രണ്ട്സ്, അവർ നല്ല ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആണ്, ക്യാഷ് ഉണ്ടാക്കണമെന്ന മൈൻഡ് സെറ്റിലുള്ള ആളുകളാണെങ്കിൽ നമ്മളും ആ രീതിയിൽ വളരും. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെയാണ്, അതായത് നമ്മുടെ സർക്കിൾ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലെറ്റ്സ് നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. ട്രേഡിങ്ങിനെ കണക്ട് ചെയ്തൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. 2 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതും. ഒരു ഗ്രൂപ്പിൽ ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയാണ്, 2 ഫ്രീ ആയിക്കോട്ടെ, ഇനി ഒന്നും പേയ്മെന്റ് വേണ്ട, 2 ഫ്രീ ആയിക്കോട്ടെ. ഒന്നില് ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ അതൊരു മിക്സഡ് ഓഡിയൻസ് ആണ്. ബിഗിനേഴ്സ് ഉണ്ട്, അത്യാവശ്യം ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അതിനകത്ത് കാണത്തില്ല. ലെറ്റ്സ് അസ്യൂം ഉണ്ടെന്നങ്ങ് വിചാരിക്കാം. അപ്പോൾ എല്ലാ രീതിയിലുള്ള ആളുകളും ഉള്ള ഒരു ഗ്രൂപ്പ്, ഒരു 10, 600, 700 അല്ലെങ്കിൽ 1000 പേരുണ്ടെന്ന് കരുതിക്കും. രണ്ടാമത്തെ സ്ഥാനത്ത് ഒരു 10 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ അത് ഈവൻ ദോ ഫ്രീ ആണെങ്കിൽ പോലും അത് സെലക്റ്റീവ് ആണ്. അപ്പൊ ഈ 10 പേരുള്ള ഗ്രൂപ്പ് ഏറ്റവും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. നല്ല രീതിയിൽ ഇൻ ദ സെൻസ് അവർ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്, കൺസിസ്റ്റൻസി ഉള്ള ട്രേഡേഴ്സ് ആണ്. അപ്പൊ ഈ 2 ഗ്രൂപ്പുകളിൽ ഏതിൽ കയറാനായിരിക്കും നിങ്ങൾ പേഴ്സണലി ആഗ്രഹിക്കുന്നത്? അപ്പൊ ഞാനിത് ചോദിച്ച സ്ഥിതിക്ക് മനസ്സിൽ വരുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ കയറണം എന്നായിരിക്കും ആഗ്രഹം. പക്ഷേ നിങ്ങൾക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിൽ കയറാൻ പറ്റുമോ? റിയലിസ്റ്റിക്കലി ആലോചിച്ച് നോക്കിയാൽ അത് കുറച്ച് പാടാണ്. കാരണം ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തണം, അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് എത്തണമെങ്കിൽ യു ഹാവ് ടു ബി ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്രയും ഒരു റിസോഴ്സ് കാര്യങ്ങൾ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും ഒരു കോൺടാക്ട്സ് കാര്യങ്ങൾ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ബി ഗുഡ് വിത്ത് വാട്ട് യു ആർ ഡൂയിങ്, അല്ലെ? നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ അടിപൊളിയാണെങ്കിൽ നമ്മൾ ആ ലെവലിലെത്തും. പക്ഷെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഗ്രൂപ്പിൽ കയറാൻ ഒന്നും ചെയ്യണ്ട, ചുമ്മാ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് കയറാം. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രേഡിങ്ങിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയും പോയി പഠിക്കുകയോ അല്ലെങ്കിൽ ഫീസ് തന്ന് ഇവിടെ വരികയോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പോ ടെലഗ്രാം ഗ്രൂപ്പോ ഒക്കെ എടുത്തൊന്ന് ചെക്ക് ചെയ്യും. ഇതിൽ എത്ര ട്രേഡിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നോക്കും. ഒരാഴ്ച ഈ ട്രേഡിംഗ് ഗ്രൂപ്പുകളെ ജസ്റ്റ് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യും, എന്താണ് ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഈ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി ബെനിഫിറ്റ് ഉണ്ടോ? ബെനിഫിറ്റ് ഇൻ ദ സെൻസ് നമ്മളെല്ലാം ട്രേഡിംഗിൽ രക്ഷപ്പെടാനാണ് നോക്കുന്നത്, നിങ്ങൾക്ക് അതിന് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ എക്സിറ്റ് ആവുക. പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാത്തിൽ നിന്നും എക്സിറ്റ് ആവും. കാരണം ഓൾറെഡി നിങ്ങളിപ്പോൾ ഉള്ളതെല്ലാം ഫ്രീ കമ്മ്യൂണിറ്റീസും ക്രാബ് മെന്റാലിറ്റീസും മോബ് ഗ്രൂപ്പ്സും ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്, കൺഫ്യൂഷൻസ് ഉള്ള ആളുകളുണ്ട്, ഇങ്ങനെ സക്സസ് ആവാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇവരൊന്നും ഞാൻ കുറ്റം പറയുകയല്ല, ഞാനും ഈ ബേസിലൂടെ കടന്നുപോയതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമ്മളെയും കൂടെ താഴോട്ട് ഡ്രാഗ് ചെയ്യും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ അത് എത്രത്തോളം മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ടൈം കഴിയുമ്പോൾ ലൈഫ് ലോങ് നിങ്ങൾ ട്രേഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഇൻവോൾവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കും. കാരണം ഞാനും അത് ഇങ്ങനെ തന്നെ, അതായത് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയ ഒരാളാണ്. 3-4 വർഷം മുമ്പ് എന്റെ ടെലഗ്രാം ഗ്രൂപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ടെലഗ്രാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് കാര്യങ്ങളുണ്ടായിരുന്നു, വാട്സപ്പിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി സീറോ ആണ്. ഈവൻ ദോ എന്റെ കമ്മ്യൂണിറ്റിയിൽ പോലും ഞാൻ ആക്റ്റീവ് അല്ല, അതിന് വേറെ ആളെ നമ്മൾ വെച്ചിരിക്കുന്നത് മാനേജ് ചെയ്യാൻ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് തടസ്സമാകുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക, പെർമനന്റ്ലി ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് ഓൾ ഡിസ്ട്രാക്ഷൻസ്. യുവർ സർക്കിൾ മാറ്റേഴ്സ്. അതായത് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഗ്രോത്തിനെ തീരുമാനിക്കുന്ന കാര്യം. സോ ബി ഇന്റലിജന്റ് അല്ലെങ്കിൽ ബി വൈസ്. സ്വന്തം ലൈഫാണ്, പ്രോപ്പറായ ഡിസിഷൻ എടുക്കുക. എവിടെ നിൽക്കണം, ആരുടെ കൂടെ കൂടണം, ആരെ ഫോളോ ചെയ്യണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.